ബഹുമാന്യനായ ഉമർ ഫൈസി തെറ്റ് ചെയ്തോ? അപ്പോൾ കഴിഞ്ഞ ദിവസം ഉമർ ഫൈസിയുടെ ഒരു നിലപാട് പോസ്റ്റ് ചെയ്തപ്പോൾ പല ആളുകൾ എന്നോട് ചോദിച്ചു, ഇതിൽ ഉസ്താദിൻ്റെ അഭിപ്രായം എന്താണ്? ബഹുമാന്യനായ ഉമർ ഫൈസി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഷാവറ അംഗമാണ്. അദ്ദേഹം നല്ലൊരു പണ്ഡിതനാണ്. പണ്ഡിതോചിതമായ കാര്യങ്ങളൊക്കെ തുറന്നു പറയേണ്ട ആളുമാണ്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ഇലക്ഷൻ എടുക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നതും ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതുമൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്. അപ്പോൾ നമ്മൾ ഒരു നിയമം പറയുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവരെ ധർമ്മസങ്കടത്തിലാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രമിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യം ഇപ്പോൾ നിലവിലില്ലല്ലോ. നമുക്ക് കൃത്യമായി ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പറഞ്ഞു കൊടുക്കാം. അതിൽ പേരെടുത്ത് വിമർശിക്കേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ടോ എന്നുള്ളത് എൻ്റെ ഒരു സംശയം കേട്ടോ. നിങ്ങളത് കൃത്യമായിട്ട് പറയണം. ഇസ്ലാമിക നിയമം പറയാമല്ലോ. നമുക്ക് വനിതാ വാർഡിൽ ചില സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് വനിതയെ നിർത്തേണ്ടി വന്നേക്കാം. പക്ഷേ ഒരു ജനറൽ വാർഡിൽ പുരുഷന്മാരുണ്ടായിരിക്കെ ഒരു വനിതയെ നിർത്തേണ്ടതിൻ്റെ ആവശ്യകതയില്ലല്ലോ. ഉസ്താദിനങ്ങനെ കൃത്യമായൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പറയാതെ ആ വിഷയം മാത്രം ഇങ്ങോട്ട് പറഞ്ഞാൽ മതിയായിരുന്നു. ഇസ്ലാമിക ചരിത്രത്തിൽ അധികാരമേൽപ്പിക്കപ്പെട്ടവരെല്ലാം പുരുഷന്മാരാണ്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒഴികെ ഒറ്റപ്പെട്ടതിനെ ഒറ്റപ്പെട്ടതായി കാണാൻ കഴിയണം. ജനറലൈസ് ചെയ്യരുത്. അതിന് പല സാഹചര്യങ്ങളും ചില അവസ്ഥാന്തരങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ജനറലൈസ് ചെയ്യപ്പെടേണ്ട വിഷയങ്ങളെ മാത്രം ജനറലൈസ് ചെയ്യണം. അപ്പോൾ ഉസ്താദിനെ കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയാമായിരുന്നല്ലോ. അതൊരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ പേരെടുത്ത് പറഞ്ഞ് അത്തരം ഒരു വിമർശനം ഉന്നയിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഉസ്താദിന് ദീനിയായ നിലപാടുകൾ തുറന്നു പറയാം. പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പഴയ ലീഗും പഴയ സമസ്തയും ഈ സംഗതിയിൽ നിന്നൊക്കെ നമ്മൾ പിടുത്തം വിടേണ്ട സമയമൊക്കെ കഴിഞ്ഞു. ഹൈദരലി ചങ്ങൾ ഉണ്ടായിരുന്നത് വരെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അത്രത്തോളം വ്യക്തമായിരുന്നില്ല. സമസ്തയും ലീഗും തമ്മിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കെട്ടുറപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത്തരം കെട്ടുറപ്പുകളില്ല. പണ്ടങ്ങനെയായിരുന്നു. പണ്ട് ഞങ്ങളുടെ ചന്തിയിൽ തഴമ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ആക്രോശിക്കുന്നതിലോ ബഹളം ഉണ്ടാക്കുന്നതിലോ അർത്ഥമില്ല. അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാത്തിലും കയറി ഇൻ്റർഫിയർ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയുമില്ല. അങ്ങനെ ഒരു സംഗതി സമസ്തയോട് നിരന്തരം ലീഗ് ചോദിക്കുന്നില്ല. മുമ്പ് ചോദിച്ചിരുന്നു, ഇപ്പോൾ ചോദിക്കുന്നില്ലെങ്കിൽ വിട്ടുകളയണം. സമസ്തയായി അന്തസ്സോടെ നിലനിൽക്കണം. സമസ്ത ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. ലീഗായും പ്രവർത്തിക്കണം. ലീഗ് ഒരു മതസംഘടനയും അല്ല. മുസ്ലിം എന്ന് പേരുള്ളത് കൊണ്ട് അത് മതസംഘടനയാവില്ലല്ലോ, അതൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ആധികാരിക പണ്ഡിത സഭയാണെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ രണ്ടും രണ്ടായി തന്നെ പ്രവർത്തിക്കണം. ഒന്നിക്കാൻ കഴിയുന്ന മേഖലകളിലൊക്കെ ഒന്നിക്കണം. ദീനൻ്റെ നിയമങ്ങൾ സമസ്ത കൃത്യമായിട്ട് പറയണം. അതിൽ ഒരാളുടെയും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു തറവാടിൻ്റെയും മേന്മ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. സമസ്ത കൃത്യമായിട്ട് ദീൻ പറയണം. പക്ഷേ അതൊരിക്കലും ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിച്ചിട്ടോ ഒരു പാർട്ടിയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടോ ആകരുത്. നിയമങ്ങൾ കൃത്യമായിട്ട് പറയാം. അതിൽ നിന്ന് ബുദ്ധിയുള്ളവർ, ദീനി ബോധമുള്ളവർ കാര്യങ്ങൾ മനസ്സിലാക്കിയ പോരെ. അതാട്ടെ എൻ്റെ അഭിപ്രായം. എന്താ നിങ്ങളുടെ ഒപ്പീനിയൻ? ഈ സാഹചര്യത്തിൽ ഉമർ ഫൈസി ഉസ്താദ് ഇങ്ങനെ പേരെടുത്ത് പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം?